ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഹെയർ വരക്കാൻ നോക്കാം. ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ വെച്ചാൽ ഫാബ്രിക് കാസിലോ അല്ലെങ്കിൽ ഡോംസിൻ്റെ കുറച്ച് കളർ പെൻസിൽ. ഞാൻ കുറച്ച് ഗോൾഡൻ കളറായിട്ടുള്ള ഹെയർ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഹെയർ വരക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. മെത്തേഡ് സെയിം ആണ്. നിങ്ങളെ റെഫറൻസ് ഇമേജിൽ എങ്ങനത്തെ ഫോട്ടോസാണോ അത് അനുസരിച്ച് നിങ്ങൾ കളർ മാറ്റേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരുന്ന കളേഴ്സ് ഇത്രയേ ഉള്ളൂ, ഈ 6 കളറാണ്. പക്ഷേ ഇതിന് പുറമെ ഞാൻ ഈ ഡെർവെൻറ്റിൻ്റെ സ്കിൻ ടോൺസ് എന്ന കളർ ഉപയോഗിക്കലുണ്ട്. ഇത് ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് സ്മൂത്തായിട്ട് കാണപ്പെടും ഹെയർ. ഇന്നിപ്പോൾ ഞാൻ ഈ ഫാബ്രിക് കാസിലിൻ്റെ 24 ഷെയ്ഡ്സിൻ്റെ പെൻസിൽസാണ് എടുത്തിട്ടുള്ളത്. ഇതായിരിക്കും മിക്ക പിള്ളേരുടെ അടുത്ത് ഉണ്ടാവുക, കാരണം അതിന് റേറ്റ് കുറവാണ്, 200 രൂപയായിട്ടേ വരുന്നുള്ളൂ ഇതിനിപ്പോൾ ഷോപ്പിലൊക്കെ. പക്ഷേ ഇത് വെച്ച് വരക്കുകയാണെങ്കിലും നമുക്ക് അതുപോലത്തെ ഹെയർ കിട്ടും. ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇൻഡൻറ്റിങ് മെത്തേഡാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇൻഡൻറ്റിങ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പെൻസിൽ ഡ്രോയിങ്സിൽ ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹെയർ വരക്കാണ്. ഇത് വെച്ച് വരച്ചാലും ഈ മെത്തേഡിലും ഞാൻ അത് തന്നെ ചെയ്യണത്, ഈ ഇൻഡൻറ്റിങ് മെത്തേഡ് തന്നെയാണ്. ഇത് വെച്ച് വരച്ചാലും നമുക്ക് എന്താണ് ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹെയർസ് കിട്ടും. അപ്പോൾ ബിഗിനേഴ്സിന് ഞാൻ പ്രത്യേകിച്ച് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ബിഗിനേഴ്സിനെ സംബന്ധിച്ചാണ്. അവർക്കിത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇതിൽ ഫസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ വരക്കാം ഹെയറിൻ്റെ. ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലാണ്. നമുക്ക് ഹെഡും പിന്നെ ഹെയറൊക്കെ പാടെ വരക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ മെത്തേഡ് കിട്ടിയാൽ മതി. ആ മെത്തേഡ് അനുസരിച്ച് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇതിന് കളർ പെൻസിൽ എടുത്ത് വരക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടത് ലെയറിംഗ് ആണ്. ലെയറിംഗ് ഇല്ലാതെ കളർ പെൻസിൽ കൊണ്ട് വരച്ചാൽ ആ ഭംഗി കിട്ടില്ല. എത്രത്തോളം ലെയറിംഗ് ഉണ്ടോ അത്രത്തോളം ഭംഗി കൂടും. അതാണ് കളർ പെൻസിലിൻ്റെ ഒരു രസം. നമ്മളിതൊക്കെ ലൈറ്റായിട്ട് വരക്കണം, കാരണം അത് മായ്ച്ച് കളയേണ്ടതുണ്ട്. മായ്ച്ച് കളയണമെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു ബോർഡറിങ് പോലെ ഇങ്ങനെ കാണപ്പെടും. പിന്നെ നമുക്ക് ഈ ലാസ്റ്റ് കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടും ചെതറി കിടക്കുന്നതായതുകൊണ്ട് ഇവിടെ അങ്ങനെ വലിയ ഇത് കാട്ടിക്കൂട്ടലൊന്നും വേണ്ട. ഇനി നമുക്ക് മെത്തേഡ് നോക്കാം. ഇതിപ്പോൾ ഒരു ഹെയർ പോണ പോലെ വരച്ചിട്ടത്, അത് ഒറിജിനൽ ഹെയറിൻ്റെ പോലെ നാറ്റം എടുത്ത് വരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ഇൻഡൻറ്റിങ് മെത്തേഡാണ്. ഇൻഡൻറ്റിങ് മെത്തേഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, x-Acto നൈഫ് എന്നൊരു നൈഫുണ്ട്. ഈ ആർട്ടിനൊക്കെ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലൊക്കെ ഇങ്ങനെ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കത്തിയാണ്. അത് നമ്മൾ ഇതിൽ ഉപയോഗിക്കാം. ആ കത്തി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇൻഡൻറ്റിങ് മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്നില്ല കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഫാബ്രിക് കാസിലിൻ്റെ ബോക്സിനൊക്കെ ഇപ്പോൾ ഫ്രീ കിട്ടുന്ന സാധനമാണ്. ഇതൊരു മെക്കാനിക്കൽ പെൻസിലാണ്. അതിൽ ലെഡ് ഇട്ടിട്ടില്ല. ലെഡ് ഇടാതെയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് കാണപ്പെടുന്ന മെറ്റൽ പാർട്ടുണ്ടല്ലോ, ആ പാർട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ വരക്കുക. അതാകുമ്പോൾ ലെഡ് ഇടാതെ കൊണ്ട് തന്നെ ഓരോ അടയാളങ്ങൾ ഇങ്ങനെ കാണും. ആ മെറ്റൽ പാർട്ട് തട്ടിനോടുത്ത് അത് നമ്മൾ ഓരോ മുടിയായിട്ട് കണക്കിലെടുക്കും. അപ്പോൾ കുറച്ച് അടുത്തടുത്തായിട്ട് വരക്കാൻ നോക്കുക നിങ്ങളെല്ലാ മുടികളും. അപ്പോൾ ഇൻഡൻറ്റിങ് മെത്തേഡ് കഴിഞ്ഞു. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന കളേഴ്സ് പറഞ്ഞുതരാം, ഇതിൻ്റെ ഓരോ ലെവൽസ് പറഞ്ഞുതരാം. അതിലാദ്യം ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫ്ലഷ് പിങ്കാണ്. ഫ്ലഷ് പിങ്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നുള്ളൂ, അല്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ലൈറ്റ് കളറായിട്ടുള്ളൊരു കളർ ഫസ്റ്റ് ലെയർ കൊടുക്കാം. പിന്നെ അടുത്തത് ഞാൻ കൊടുക്കുന്നത് യെല്ലോ കളറ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ, പിന്നെ ലൈറ്റ് ഓറഞ്ച്, കുറച്ച് ഡാർക്ക് ഓറഞ്ച്. പിന്നെ ഇതിൽ ഈ പെൻസിൽസ് കൊണ്ട് കളറിൻ്റെ പേരുകളില്ല, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു. കളറിൻ്റെ പേര് എനിക്കറിയില്ല, നെയിമൊന്നുമില്ല. പിന്നെ അടുത്തത് നമ്മളെ ബ്രൗണ്, സാധാ ഓർഡിനറി ബ്രൗണ്. ഇത് വെച്ച് കാണാൻ ലെയറുണ്ട്. ഇത് ഒറ്റ ലെയറിൽ കൊടുക്കുക. പിന്നെ അടുത്ത ലെയറിൽ ഇത് റിട്ടേൺ അടിക്കുക. അതായത് ബ്രൗണ്, പിന്നെ ഈ കളറ്, പിന്നെ ഡാർക്ക് ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച്, ഡാർക്ക് യെല്ലോ, ലൈറ്റ് യെല്ലോ, പിന്നെ നമ്മൾ ഫ്ലഷ് പിങ്ക്. ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തുനിന്ന് മുകൾക്കും കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ബ്ലെൻഡിങ് കുറച്ചും കൂടി ഈസി ആവും. പിന്നെ ഹെയറിലൊക്കെ ക്രോസ് ബ്ലെൻഡിങ് പറ്റുമോ എന്നറിയില്ല, കാരണം അതിൽ നമ്മൾ ഇന്ത്യൻ മെത്തേഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ പേജിൽ നിന്ന് സ്ക്രാച്ചസ് ഒന്ന് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ അതിൻ്റെ ലെവലിൽ തന്നെ ആ ഹെയർ എങ്ങോട്ട് പോകുന്നു ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിൽ ഇൻഡൻറ്റിങ് മെത്തേഡിൽ നമ്മൾ കളർ ചെയ്യാം. അതല്ല നിങ്ങൾ ഇൻഡൻറ്റിങ് മെത്തേഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഇൻഡൻറ്റിങ് മെത്തേഡ് ആയതുകൊണ്ട് പേപ്പറിൽ കുറേ വര വീണുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡയറക്ഷൻ മാറ്റി കൊടുത്താൽ പേപ്പർ വര വെക്കാനും കീറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫ്ലഷ് പിങ്ക് ചെയ്യാം. ഒക്കെ ലൈറ്റായിട്ട് കൊടുക്കട്ടോ.
കളർ പെൻസിൽ അങ്ങനെയാണ്, നമ്മളൊക്കെ ലൈറ്റായിട്ട് വേണം കൊടുക്കാൻ ഫസ്റ്റ് ലെയർ. പിന്നെ പ്രഷർ കൂട്ടി കൂട്ടി വരും. ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ചുകൂടി നല്ല പ്രഷർ ഉണ്ടായാലും കുഴപ്പമില്ല. നല്ല പ്രഷർ തന്നെയാണ് വേണ്ടത്, നല്ല പ്രഷർ വേണം ലാസ്റ്റൊക്കെ എത്തുമ്പോൾ, ലാസ്റ്റ് ലെയർ ആകുമ്പോൾ. നമ്മൾ ഈ കളർ പെൻസിൽ കൊടുക്കുമ്പോണ്ടല്ലോ, അതിൽ ഈ പെൻസിൽ കൊണ്ട് ബോർഡർ ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കും. ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഡാർക്കാക്കിയിട്ട് കൊടുത്തത്. അത് ഇറേസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോർട്രേറ്റ് കൊടുക്കുമ്പോൾ കണ്ണിൻ്റെയും അതുപോലെ തന്നെ ഈ നോസിൻ്റെ ഒക്കെ ബോർഡറിന് കുറച്ച് കട്ടിൽ കൊടുത്താൽ അത് പെൻസിൽ ഡ്രോയിങ് കളർ പെൻസിൽ ചെയ്യുമ്പോൾ അത് ആ ബോർഡർ ഇങ്ങനെ എടുത്ത് കാണും. അപ്പോൾ അവിടെ ബ്ലെൻഡിങ് കാണില്ല, അത് വേറിട്ട് നിൽക്കണ മാതിരിയാണ് തോന്നുക. അതുകൊണ്ട് അത് മായ്ച്ച് കളയാൻ നോക്കുക, അല്ലെങ്കിൽ ലൈറ്റായിട്ട് വരക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഒറ്റ ലെയർ, ഫസ്റ്റ് ലെയർ ആണത്. ഇതാണ്, ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഇതുപോലെ തന്നെ. ഇപ്പോൾ ഞാൻ അവസാനിപ്പിച്ചത് ഇതാ ഈ ബ്രൗണിലാണ്, നിങ്ങൾ കണ്ടില്ലേ, ഈ ബ്രൗണിലാണ് അവസാനിപ്പിച്ചത്. ഇനി അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബ്രൗണിൽ നിന്ന് പിന്നെ ബാക്കോട്ട് നമ്മൾ ബ്രൗൺ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മളിത് ഈ കളർ ഉണ്ടോ, ഈ കളറ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഈ ഡാർക്ക് ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ച്, ഡാർക്ക് യെല്ലോ, ലൈറ്റ് യെല്ലോ, പിന്നെ നമ്മൾ ഫ്രഷ് പിങ്ക്. പിന്നെ അതിനൊക്കെ പുറമേ നമ്മൾ വെള്ള പെൻസിൽ ഉണ്ടാവുമല്ലോ, അതായത് നമ്മൾ ഈ ഗ്ലാസ് മാർക്കർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതാണ് പെൻസിൽ, ഗ്ലാസ് മാർക്കാണ് അപ്സറിൻ്റെ. ഇത് ഉണ്ടെങ്കിൽ ഓരോ ലെയർ കഴിയുമ്പോഴും നമ്മൾ പ്രഷർ കുറച്ച് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഫസ്റ്റ് ലെയറിൽ കുറച്ച് പ്രഷർ കുറച്ച് ചെയ്യാം, വളരെ ലൈറ്റായിട്ട് ചെയ്യാം. പിന്നെ കുറച്ചുകൂടി കൂട്ടി ചെയ്യാം. അങ്ങനെ 2 വട്ടം ചെയ്താൽ മതി. എന്നിട്ട് അങ്ങനെ ഒരു ലെയർ കഴിയുമ്പോൾ ഒരു വൈറ്റ് പെൻസിൽ കൊണ്ട് ഇതേപോലെ ചെയ്യുക. അതിന് ശേഷം പിന്നെ രണ്ടാമത്തെ ലെയർ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ പെൻസിൽ കൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴല്ലോ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും ഈ ഹെയറിന്. അതാണ് വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പെൻസിൽ ഉപയോഗിച്ചെങ്ങാണ്ട് ഇതുപോലെ എല്ലായിടത്തും വൈറ്റ് പെൻസിൽ കൊണ്ട് ചെയ്യാം. അതിന് ശേഷം പിന്നെ അടുത്ത ലെയർ ചെയ്യാം. ഈ മെത്തേഡാണ് ഈ കളർ പെൻസിൽ വെച്ചുകൊണ്ട് ഹെയർ വരക്കാനുള്ളത്, കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടാറുള്ള മെത്തേഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും കൊണ്ടും ചെയ്ത് നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ മാതിരി തന്നെ സെക്കൻഡ് ലെയർ കഴിഞ്ഞപ്പോഴുള്ള മുടിൻ്റെ രൂപം. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. അതായത് ഫസ്റ്റ് ലെയറിൽ നമ്മൾ എവിടെ അവസാനിപ്പിച്ചോ പിന്നെ രണ്ടാമത്തെ ലെയർ തുടക്കുമ്പോൾ ആ ബാക്കിൽ നിന്ന് തന്നെ ഫസ്റ്റ് ലെയർക്ക് എത്തിച്ചാൽ നോക്കുക. ഫസ്റ്റ് ലെയറല്ല, ഫസ്റ്റ് ലെയറത്തെ ആദ്യത്തെ കളറിലേക്ക് എത്തിച്ചാൽ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ വെള്ള പെൻസിൽ കൊണ്ട് ഒന്ന് കളർ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്തായി കിട്ടും ഹെയർസൊക്കെ. പോരാത്തതിന് ഇത് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറേ കളേഴ്സൊന്നുമല്ല, എല്ലാ കളേഴ്സും തന്നെ നമുക്കിതിൽ ബ്ലെൻഡായി കിട്ടും ഈ പെൻസിൽ വെച്ച് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ രണ്ടാമത്തെ ലെയറാണ്, നമുക്ക് കുറച്ച് പ്രഷർ കൂട്ടി ചെയ്യാം. നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഹെയർസ് വരക്കുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ നിങ്ങൾ കളർ കുറച്ച് ചെയ്യുക. അല്ലെങ്കിൽ അവിടേക്കൊന്ന് കളറ് ഡാർക്കായിട്ട് എത്തിക്കാത്ത രൂപത്തിൽ ചെയ്യുക. ആ ഹൈലൈറ്റ് തുടത്തിനോടത്ത് അങ്ങോട്ട് കളറിൻ്റെ വര അവസാനിപ്പിക്കാൻ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു x-Acto നൈഫ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും കാണിച്ചു തരുന്നതാണ്. ഇതാണ് x-Acto നൈഫ്. ഞാൻ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് വെച്ചും കണ്ടാണ് ഹെയർ വരക്കുന്നതെങ്കിൽ, അപ്പോൾ നമ്മളിവിടെ ഇൻറ്റൻറ്റിങ് മെത്തേഡ് ചെയ്തല്ലോ, അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താ ചെയ്യുക, ഈ വരച്ച് നമ്മൾ ഈ മെക്കാനിക്കൽ പെൻസിലിൻ്റെ മെറ്റൽ ഭാഗം ഉപയോഗിച്ചുകൊണ്ട് വരക്കുന്നതിന്
പകരമായിട്ട് നമ്മൾ വെറുതെ വിടുക. അതിന് പകരം നമ്മൾ ഈ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ ഹെയർ വരക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഇത് വെച്ചുകൊണ്ട് ഓരോ നാരുകളും വരച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യൻ മെത്തേഡ് ചെയ്തുകൊണ്ട് അതിന് പുറമെ ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പേപ്പർ കീറിപ്പോരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ 2 മെത്തേഡ് ഉപയോഗിച്ച് വരക്കാം. ഈ മെത്തേഡ് ഇത് വെച്ച് വരക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ മെത്തേഡ് ഒഴിവാക്കുക. അതായത് ആദ്യം തന്നെ നമ്മൾ ആ മെക്കാനിക്കൽ പെൻസിലിൻ്റെ ആ മോന വെച്ചുകൊണ്ട് വരക്കണ മെത്തേഡ് ഒഴിവാക്കുക. അതിന് പകരം കളർ പെൻസിലോട് വരച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുക. അപ്പോൾ അത് ഓരോ മുടികളായിട്ട് പുറത്തേക്ക് നിൽക്കണമായിട്ട് തോന്നും. സാധാരണ ഇത് വെച്ച് ചെയ്യുന്നത് നമ്മൾ 1, 2, 3, 4 നാരുകൾ മുടിൻ്റെ നാരുകൾ പുറത്തേക്ക് ഇങ്ങനെ അതിൻ്റെ വരിയിൽ നിന്ന് തെന്നി മാറി നിൽക്കുമല്ലോ, അങ്ങനത്തത് കാണിക്കാനാണ്. കാരണം ഇതുകൊണ്ട് വരക്കുമ്പോൾ അവിടെ ഒരു വെള്ള കളറായി മാറി വരും ആ മുടിൻ്റെ കളറിൻ്റെ ഭാഗത്ത്. ആ വെള്ള കളറാകുമ്പോൾ ആ ഒരു മുടി മാത്രമേ പുറത്തേക്ക് തള്ളി നിൽക്കണമായിട്ട് തോന്നും.